ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹീതരായ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 1 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ ദൈവവചന ധ്യാനത്തിനും പഠനത്തിനുമായിട്ട് നാം കർത്താവിൽ ശരണപ്പെട്ടത്. ഇന്ന് തിരുവചന ധ്യാനത്തിനായിട്ട് പൗലോസ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങൾ മുതലാണ് തിരുവചന പഠനത്തിനും ധ്യാനത്തിനുമായി നമ്മൾ ദൈവം മുൻപാകെ സമർപ്പിക്കുന്നത്. ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ നവീകരണത്തിനും പുതുക്കത്തിനും പ്രകാശത്തിനും ഈ ശുശ്രൂഷ നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കി നമ്മുടെ ഹൃദയത്തെ ദൈവം മുൻപാകെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ വചനം ഞങ്ങൾ ധ്യാനിക്കുമ്പോഴും പഠിക്കുമ്പോഴും ആ വചനം ഞങ്ങളുടെ ഉള്ളിൽ ക്രിയ ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളെ നീ സഹായിക്കണമേ. ബാഹ്യമായ അനുഭവങ്ങളിലൂടെയല്ല, ആന്തരികമായി ഞങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവാനും ആത്മീയമായി വളരുവാനും ദൈവസന്നിധിയിൽ നിർമ്മലമായ ഒരു ക്രിസ്തീയ ജീവിതം സമർപ്പിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങുവാനും അതിനുവേണ്ടി ഞങ്ങളെ ക്രമപ്പെടുത്തുവാനും ആത്മനിയന്ത്രണത്തിലൂടെയും ശിക്ഷണത്തിലൂടെയും വളരുവാനും നാഥ ഞങ്ങളെ സഹായിക്കണമേ. അതിനായി ഈ ശുശ്രൂഷയുടെ ആദ്യ അവസാനം ഞങ്ങളിലെല്ലാവരിലും നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെല്ലാ നാളും നിനക്കും നിൻ്റെ പിതാവിനും നിൻ്റെ പരിശുദ്ധ റൂഹായിക്കും ഇടവിടാതെ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ ആമീൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പൗലോസ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 10-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ പ്രയാണം ചെയ്തപ്പോൾ അവർ നേരിടേണ്ടി വന്നതായ പലവിധമായ പ്രതിസന്ധികളും അതിലൂടെ അവർക്ക് ലഭിച്ചതായ ചില പാഠങ്ങളും ചില അനുഗ്രഹങ്ങളും ചില ശിക്ഷകളുമൊക്കെ മാതൃകയാക്കിക്കൊണ്ട് നിങ്ങൾ ക്രിസ്തീയ ജീവിതം വളരെ സൂക്ഷ്മതയോടുകൂടെ നയിക്കുന്നവരാകണം എന്ന് ചില പാഠങ്ങൾ പൗലോസ്ലീഹ 10-ാമത്തെ അധ്യായത്തിലൂടെ ചില ആധ്യാത്മിക സത്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന വേദഭാഗമാണ്. ക്രിസ്തുവിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിലൂടെ ക്രിസ്തുവിൻ്റെ മക്കളായി ഉപനീതരാക്കപ്പെട്ട നാം ഓരോരുത്തരും, അങ്ങനെയുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ കോരിന്തിലുണ്ടായിരുന്നു. പൗലോസിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിലൂടെ ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക്, ക്രിസ്തു വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ആയിരക്കണക്കിന് ആളുകൾ, അവർ ക്രിസ്തുവിലൂടെ ഒരുമിച്ച് ഒരു ഭാഗമായി ഒരു ശരീരമായി വേർതിരിക്കപ്പെട്ട് ജീവിക്കപ്പെടേണ്ടതായ, ക്രൈസ്തവ സാക്ഷ്യം നിർവഹിക്കപ്പെടേണ്ടതായ അനുഗ്രഹത്തിൻ്റെ അനുഭവത്തിൽ നിലനിൽക്കേണ്ട വരുമ്പോൾ അതിൽ നിന്ന് വ്യതിചലിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും മാറി, ക്രിസ്തീയ സാക്ഷ്യത്തിൽ നിന്നും മാറി, ഭൗതികമായ താൽപ്പര്യങ്ങളിലും സന്തോഷങ്ങളിലുമൊക്കെ മോഹങ്ങളിലുമൊക്കെ ഇമ്പപ്പെട്ട് ക്രൈസ്തവ സാക്ഷ്യത്തിൻ്റെ മങ്ങലാക്കി തീർക്കുമ്പോൾ, അതിൽ നിന്ന് പുറന്തള്ളപ്പെടുമ്പോൾ നാം നേരിടേണ്ടി വരുന്ന ചില ശിക്ഷകളെക്കുറിച്ച് പൗലോസ്ലീഹ ഈ 10-ാമത്തെ അധ്യായത്തിൽ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. അത് ആരംഭിക്കുന്നത് 1-ാമത്തെ വാക്യം മുതൽ ഇപ്രകാരമാണ് പറയുന്നത്: എൻ്റെ സഹോദരന്മാരെ, മോശയെ അനുഗമിച്ചതായ നമ്മളുടെ പൂർവികന്മാർക്ക് എന്ത് സംഭവിച്ചുവെന്ന് നിങ്ങൾ ഓർക്കണം. മോശയെ അനുഗമിച്ച പൂർവികന്മാർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾ ഓർക്കണം. കാരണം തൻ്റെ ജനത്തെ കഷ്ടതയിൽ നിന്ന് വിടുവിച്ച്
സ്വർഗീയ കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം അവരുടെ ആത്മീയ നേതാവായിട്ട് മോശയെ നിയോഗിക്കുകയും മോശ അവരെ അവിടെ നിന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹത്താലും അളവറ്റതായ അത്ഭുതങ്ങളാലും അവരെ വിടുവിച്ച് കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾ ഓർക്കണം. അതുപോലെ ക്രിസ്തുവിൻ്റെ സുവിശേഷം കേട്ട് ക്രിസ്തുവിൻ്റെ ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ മക്കളായി ഞാനും നിങ്ങളുമൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. അതുപോലെ യാത്ര ചെയ്ത മോശയുടെ കൂടെ യാത്ര ചെയ്ത ഇസ്രായേൽ മക്കൾക്ക് എന്താണ് സംഭവിച്ചത് ഇതോർക്കണം. അവർ സുരക്ഷിതരായി മേഘത്തിൻ്റെ തണലിലാണ് നടന്നത്. വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും ദൈവ സാന്നിധ്യം അവരോട് കൂടെ ഉണ്ടായിരുന്നു. അവർ മേഘത്തിൻ്റെ തണലിലാണ് നടന്നത്. ചെങ്കടൽ അവർ കടന്നു. അപ്പോൾ മേഘത്തിൻ്റെ തണലിലൂടെ നടന്ന് ഒരു മനുഷ്യർക്കും കടക്കുവാൻ കഴിയാത്ത ചെങ്കടൽ കടക്കുവാൻ തക്കവണ്ണം ദൈവം അവരോട് കൂടെയിരുന്നു. മോശയുടെ അനുയായികൾ എന്ന നിലയിൽ ഈ മേഘത്തിലൂടെ നടന്ന് ചെങ്കടൽ കടന്നത് ഒരു പക്ഷേ സ്നാനത്തിൻ്റെ ഒരു മുൻകുറിയായിട്ട് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ അവർ കനാൻ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നത് പോലെ ഈ ലോക ജീവിതത്തിൽ ദൈവികമായ തണലിലും ക്രിസ്തുവിൻ്റെ നിഴലിലും അതുപോലെ തന്നെ സ്നാനത്തിൻ്റെ അനുഭവത്തിലൂടെയും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ വലിയ ഒരു ഭാഗമായി നമ്മളായിത്തീർന്നിരിക്കുന്ന അവസ്ഥയാണ്. അവർ പാറയിൽ നിന്ന് വെള്ളം കുടിച്ചു. അവർക്ക് ദാഹിച്ചപ്പോൾ ദൈവം അവർക്ക് ജലം നൽകി. രണ്ട് ഭാഗത്ത് പറയുന്നുണ്ട്. രണ്ട് ഭാഗങ്ങളെന്ന് പറയുമ്പോൾ അവർക്ക് ചെങ്കടൽ കടന്ന് അവർ കടന്നു ചെന്നപ്പോൾ അവർക്ക് ആത്മീകമായ ആഹാരം മന്ന കൊടുത്തു, പാറയിൽ നിന്നുള്ള വെള്ളവും കൊടുത്തു. ഈ പാറയിൽ നിന്ന് വെള്ളം കുടിച്ചത് അവരുടെ ദാഹത്തെ തീർക്കുവാൻ തക്കവണ്ണം ഇസ്രായേൽ മക്കൾ ഭൗതികമായ ദാഹം തീർത്തു എങ്കിൽ യേശു തമ്പുരാൻ പറയുന്നു, ഈ ഞാൻ തരുന്ന ജലം ജീവൻ്റെ ജലമാണ്. ഇത് കുടിക്കുന്നവന് ഒരു നാളും വിശക്കയില്ല. ഈ അപ്പം തിന്നുന്നവന് ഒരു നാളും വിശക്കയില്ല. ഈ പാനപാത്രം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. ശമരിയാക്കാരി സ്ത്രീയോട് പറഞ്ഞതും അതാണ്. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്ന ഒരു നാളും ദാഹിക്കുകയില്ല. ജീവൻ്റെ നീരുറവ അവനിൽ നിന്ന് ഉത്ഭവിക്കും. അപ്രകാരമുള്ള ഒരനുഭവമാണ്. അപ്പോൾ മേഘത്തിൻ്റെ തണലിൽ അവർ നടന്നു. ചെങ്കടലിൻ്റെ സ്നാനത്തിലൂടെ അവർ കനാൻ്റെ മക്കളായി, ദൈവത്തിൻ്റെ മക്കളായി, ഇസ്രായേൽ മക്കളായി ദൈവത്തിൻ്റെ വാഗ്ദത്ത നഗരം പ്രാപിക്കുവാൻ തക്കവണ്ണം അവർക്കിടയായിത്തീർന്നു. അതിനുവേണ്ടിയാണ് ദൈവം അവരെ വിളിച്ച് വേർതിരിച്ചത്. എന്നാൽ മോശയോടുകൂടി പുറപ്പെട്ട ആളുകൾക്ക് എന്ത് സംഭവിച്ചു? ഇതൊരു ചോദ്യമാണ്, അവിടെ നിൽക്കട്ടെ. അതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. ഇതുപോലെ തന്നെയാണ് ക്രിസ്തുവിൽ വിശ്വസിച്ച് മേഘത്തിൻ്റെ തണലിൽ നടന്നു, ക്രിസ്തുവിൽ വിശ്വസിച്ചു, ചെങ്കടൽ കടന്നു, ഞാൻ സ്നാനപ്പെട്ടു, മാമോദീസ സ്വീകരിച്ചു. ജീവൻ്റെ ജലം പാറയിൽ നിന്ന് ഇസ്രായേൽ മക്കൾക്ക് വെള്ളം കൊടുത്തതുപോലെ തൻ്റെ രക്തം തന്നെ നമുക്ക് ജീവൻ്റെ ആത്മീയമായ സമൃദ്ധിയുടെ അനുഭവത്തിൽ തൻ്റെ രക്തം തന്നെ പകർന്നു നൽകി, തൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാക്കി എന്നെയും നിങ്ങളെയും ചേർത്തു. ഈ ലോകത്തിലെ സർവ്വ ക്രൈസ്തവ സമൂഹവും ആ കർത്താവിൻ്റെ വിശ്വാസത്തിൽ, സ്നാനത്തിൽ, അവൻ്റെ ശരീരരക്തങ്ങളുടെ അനുഭവത്തിൽ ക്രിസ്തുവിൽ ഒന്നായി തീരുവാനുള്ള ഒരനുഭവത്തിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചു ചേർത്തത്. അങ്ങനെ ഒരവസ്ഥയിലേക്ക് നാം യാത്ര ചെയ്യുമ്പോൾ ഇസ്രായേലിൽ മോശയോടൊപ്പം യാത്ര ചെയ്ത ഇസ്രായേൽ മക്കൾക്ക് എന്ത് സംഭവിച്ചു?
അത് നിങ്ങൾ ഓർത്തിരിക്കണം. അതേ അനുഭവം നിങ്ങൾക്കുണ്ടാകരുത്. എന്താണ് ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചത്? അവിടെ പറയുന്നുണ്ട്, എന്നാൽ അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല, അവരുടെ മൃതദേഹങ്ങൾ മരുഭൂമിയിൽ ചിതറപ്പെട്ടു. എബ്രായ ലേഖനം നാം പഠിച്ച സമയത്ത്, കഴിഞ്ഞ വേദപഠനത്തിൽ നമ്മൾ പൗലോസ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനമാണ് പഠിച്ചത്. അത് പഠിച്ചതായ വേദഭാഗത്തിൽ എബ്രായ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ അവസാന വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു. മിസ്രൈമിൽ 16, 17, 18 വാക്യങ്ങൾ. മിസ്രൈമിൽ നിന്ന് മോശ പുറപ്പെടുവിച്ചു കൊണ്ടുപോയവർ എല്ലാവരുമല്ലയോ? അവൻ 40 വർഷം ആരോടാണ് കോപിച്ചത്? പാപം ചെയ്തതിനാൽ തങ്ങളുടെ ശരീരങ്ങൾ മരുഭൂമിയിൽ വീണുപോയവരോടല്ലയോ? തൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന് സത്യം ചെയ്ത് അനുസരണം കെട്ടവരോടല്ലാതെ ആരോടാണ്? ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. വീണ്ടും 9, 10, 11 വാക്യങ്ങൾ, 3-ാം അധ്യായം എബ്രായ ലേഖനം 3-ാം അധ്യായം 9, 10, 11 വാക്യങ്ങളിൽ ഇപ്രകാരം പൗലോസ്ലീഹ പറയുന്നു. അതുകൊണ്ട് അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിക്കുകയും പരിശോധിക്കുകയും 40 വർഷം എൻ്റെ പ്രവൃത്തികൾ കാണുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് കോപമുണ്ടായി. അവർ എപ്പോഴും തങ്ങളുടെ ഹൃദയം കൊണ്ട് തെറ്റിപ്പോകുന്നവരെന്നും എൻ്റെ വഴികൾ അറിയാത്തവരെന്നും ഞാൻ പറഞ്ഞു. അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സത്യസുവിശേഷത്തിൻ്റെ മക്കളായി ഞാനും നിങ്ങളും അവനെ അനുഗമിക്കുമ്പോൾ, നമ്മൾ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്നും മേഘത്തിൻ്റെ തണലിൽ ചെങ്കടൽ കടന്ന് പാറയിലെ വെള്ളം കുടിച്ച് സ്വർഗീയമായ കനാൻ നാട്ടിലേക്ക് യാത്രയാകുന്നത് പോലെ, ക്രിസ്തുവിൻ്റെ നിഴലിൽ വിശ്വാസത്തിൽ പരിശുദ്ധാത്മാവിൽ സ്നാനമേറ്റ് ജീവൻ്റെ ജലം, ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളെ നമ്മൾ അനുഭവിച്ച് ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ സ്വർഗീയമായ അനുഭവത്തിലേക്ക് ഞാനും നിങ്ങളും യാത്ര ചെയ്യുമ്പോൾ, അതിനുവേണ്ടി എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ച് വേർതിരിച്ച് ആ പ്രയാണത്തിൽ, തീർത്ഥാടനത്തിൽ നമ്മളായിരിക്കുമ്പോൾ, ഓർക്കുക, നിങ്ങളുടെ പിതാക്കന്മാർ മിസ്രൈമിൽ നിന്ന് മോശയുടെ പിന്നാലെ യാത്ര തിരിച്ചില്ലേ? എന്നാൽ അവർ എല്ലാവരും, പലരും മരുഭൂമിയിൽ പട്ടുപോയി മൃതദേഹങ്ങളായി മാറ്റപ്പെട്ടു. ഒരു ദിവസം തന്നെ 23,000 പേർ അവിടെ വീണ് മരിച്ചു. അപ്പോൾ അവർക്കാർക്കും കനാൻ നാട് അവകാശമാക്കുവാനായിട്ട് സാധിച്ചില്ല. കാരണം അവരെന്നോട് മത്സരിച്ചു കൊണ്ടേയിരുന്നു. അവർക്ക് അപ്പോഴപ്പോൾ കിട്ടുന്ന ദൈവികമായ അനുഗ്രഹങ്ങളിൽ സന്തോഷിക്കുകയും അത് കഴിയുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു മാറുകയും ചെയ്തു. ദൈവം നന്മകൾ തന്നപ്പോൾ ദൈവത്തെ സ്തുതിച്ച അതേ നാവുകൊണ്ട് ജീവിതത്തിലൊരല്പം പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ ദൈവത്തെ തള്ളിപ്പറയുന്നവരായി അവർ മാറ്റപ്പെട്ടു. ദൈവികമായ കൽപ്പനകൾ മോശ കൊണ്ട് കൊടുത്തു എങ്കിലും അല്പം താമസിച്ചു എന്ന് കരുതി അവർ തങ്ങളുടെ അടയാഭരണങ്ങൾ ഊരി കാളക്കുട്ടിയെ ഉണ്ടാക്കി വിഗ്രഹസേവ ചെയ്ത് അവർ ദൈവത്തെ തള്ളിപ്പറഞ്ഞു. ഒരൽപ്പം ദാഹമുണ്ടായപ്പോൾ അവർ മസായിലും മെരീബയിലും അവർ കലഹമുണ്ടാക്കി. എന്നാൽ വെള്ളം കിട്ടിയപ്പോൾ അവർ ദൈവത്തെ സ്തുതിച്ചു. ചെങ്കടലിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് പ്രതിസന്ധിയിലായപ്പോൾ അവർ ദൈവത്തെ തള്ളിപ്പറഞ്ഞു, മോശയെ തള്ളിപ്പറഞ്ഞു. ദൈവം അവരെ അത്ഭുതകരമായി നടത്തിയപ്പോൾ വീണ്ടും ദൈവത്തെ സ്തുതിച്ചു. അപ്പോൾ നൈമിഷികമായ നേട്ടങ്ങൾ ലഭിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുകയും അതിനൊരൽപ്പം മങ്ങലേൽക്കുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയുകയും ചെയ്ത ഇസ്രായേൽ മക്കൾ അവരുടെ വഴിയാത്രയിൽ ജീവനുള്ള ദൈവത്തെ, അവരോടൊപ്പം നടന്ന ദൈവത്തെ വിട്ട് അവരെ പറയുന്നത് അവർ പരസംഗത്തിലേർപ്പെട്ട്
ദൈവത്തിൽ നിന്നകന്ന് അന്യദൈവങ്ങളുടെ സേവയിലായി അവർ ജീവിച്ചപ്പോൾ അവർ മരുഭൂമിയിൽ വെച്ച് തന്നെ പട്ടുപോയി. അവർക്കാർക്കും കനാൻ നാട് അവകാശമാക്കുവാനായിട്ട് കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, ഇത് നിങ്ങൾ ഓർക്കണം. പൗലോസ്ലീഹ പറയുന്നത് അതാണ്. മോശയുടെ കൂടെ യാത്ര ചെയ്ത് ഇസ്രായേൽ മക്കൾക്ക് എന്താണ്? അവരെയും ദൈവമാണ് വിളിച്ച് വേർതിരിച്ചത്. ദൈവമാണ് അവരെ രക്ഷിച്ചത്. ദൈവമാണ് അവരോട് കൂടെ നടന്നത്. ദൈവമാണ് അവർക്ക് സ്വർഗീയമായ കനാൻ വാഗ്ദാനം ചെയ്തത്. പക്ഷേ അവർക്ക് എന്ത് സംഭവിച്ചു? വഴിയിൽ വെച്ച് പട്ടുപോയി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ മക്കളായി, സത്യസുവിശേഷവാഹകരായി, ക്രിസ്തീയ സാക്ഷ്യം നിർവഹിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ജനമായി, ക്രിസ്തുവിൻ്റെ മക്കളായി, സ്വന്തം മക്കളെന്നതിനപ്പുറമായി പ്രിയ മക്കളായി, വെറും മക്കളെന്ന വിളിയല്ല, ക്രിസ്തുവിൻ്റെ പ്രിയ മക്കളായി എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപകളെ മറന്ന് ക്രിസ്തുവുള്ള വിശ്വാസത്തെ ത്യജിച്ച് ലോകത്തിൻ്റേതായ താല്പര്യങ്ങളിലും ഇഷ്ടങ്ങളിലും സുഖഭോഗങ്ങളിലും ജഡമോഹങ്ങളിലും കൺമോഹങ്ങളിലും ലോകത്തിൻ്റെ പ്രതാപങ്ങളിലും നിൻ്റെ മനസ്സും നിൻ്റെ കണ്ണും മങ്ങിപ്പോയാൽ നിൻ്റെ പിതാക്കന്മാരായ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ പട്ടുവീണതുപോലെ നീയും ഈ ഭൂമിയിൽ നിൻ്റെ ജീവിതം അവസാനിപ്പിക്കും. അതിനപ്പുറമായിട്ട് ഒരു നിത്യമായ സൗഭാഗ്യം നിനക്ക് അവകാശമാക്കുവാൻ കഴിയുകയില്ല എന്ന് ക്രിസ്തുവിൻ്റെ വചനത്താൽ പൗലോസ്ലീഹ നമ്മെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അതിന് ഇസ്രായേലിൻ്റെ പല ചരിത്ര സംഭവങ്ങളെയും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനും പറഞ്ഞു, നാം വായിച്ചതായ സങ്കീർത്തനത്തിൽ നമ്മൾ കണ്ടതും അപ്രകാരമാണ്. കാരണം ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. കാരണം അവർ മസയിലെയും മരീബയിലെയും പോലെ ദൈവത്തോട് മത്സരിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ തള്ളിക്കളയുന്നവരായിട്ടല്ല, പിന്നെയോ ദൈവത്തെ അനുഗമിക്കുന്നവരായിട്ട്. 95-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വാക്യം, മെരീബായിലെ പോലെയും മരുഭൂമിയിലെ മസാനാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എൻ്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനമെന്നും എൻ്റെ വഴികൾ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു. ആകയാൽ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. 95-ാമത്തെ സങ്കീർത്തനം 8, 9, 10, 11 വാക്യങ്ങൾ. അവരെന്നോട് മത്സരിച്ചു കൊണ്ട്, അതുകൊണ്ട് അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. പ്രിയമുള്ളവരെ, ദൈവകോപം നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ നിൻ്റെ വഴികളെ നീ സൂക്ഷിക്കണം. നിൻ്റെ ശുശ്രൂഷകൾ നിർമ്മലമായിരിക്കണം, പരിപാവനമായിരിക്കണം, വിശുദ്ധമായിരിക്കണം. പൗലോസ്ലീഹ തൊട്ട് മുൻപുള്ള വാക്കുകൾ ഓർമ്മിപ്പിച്ചതുപോലെ എൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം ഈ ലോകത്തിലല്ല, ദൈവം നൽകുന്ന കിരീടമാണ്. ഈ ലോകത്തിലെ ഇഷ്ടങ്ങൾക്ക് അനുരൂപരായി നമ്മൾ പോകരുത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ നമ്മെ ഓർപ്പിച്ച്, നിങ്ങൾ ഈ ലോകത്ത്, എൻ്റെ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ചാണ് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദകരവുമായ യാഗമായി അർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് മനസ്സിലാക്കി രൂപാന്തരപ്പെടുവീനെന്ന് പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരായ ഇസ്രായേലിൽ ലക്ഷ്യം കണ്ടുകൊണ്ട്, കനാൻ നാട് ലക്ഷ്യം കൊണ്ട് യാത്ര ചെയ്തതായി നിങ്ങളുടെ പിതാക്കന്മാർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളണം. അതുകൊണ്ട് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം
അതിൻ്റെ 1-2 വാക്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ മനസ്സലിവോർപ്പിച്ച് നമ്മളെ പൗലോസ്ലീഹ പ്രബോധിപ്പിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിലായതുപോലെ നിങ്ങളുടെ ജീവിതമായി പോകരുത്. ഇവിടെ മണ്ണിനോട് അലിഞ്ഞു ചേർന്ന് ഇല്ലാതെയായി പോകുന്ന ഒരനുഭവമല്ല. നീ മണ്ണിനോട് ചേർന്നാലും വീണ്ടും നവീകരിക്കപ്പെടുന്ന ഒരനുഭവത്തിൽ നിനക്കായിത്തീരണമെങ്കിൽ, ആ സ്വർഗീയ ശില്പിയുടെ അടുക്കലേക്ക് ചെന്ന് നിന്ന് അവനെ കാണണമെങ്കിൽ, ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വിധേയപ്പെട്ട് അടിമപ്പെട്ട് ജീവിക്കുന്നവന് അത് സ്വന്തമാക്കുവാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞത്, എൻ്റെ പ്രതിഫലം സ്വർഗത്തിലാണ്. ഈ ലോകം വെച്ച് നീട്ടുന്ന സ്ഥാനമാനങ്ങളല്ല, ഈ ലോകം തരുന്നതായ പ്രശസ്തി പത്രങ്ങളല്ല, ഈ ലോകം തരുന്നതായ സാമ്പത്തികമായ നന്മകളല്ല, അധികാരങ്ങളല്ല. ഇതിനൊക്കെ അപ്പുറമായിട്ട് നിസ്വാർത്ഥമായ സാക്ഷ്യം, നിർമ്മലമായ സാക്ഷ്യം, ക്രിസ്തുവിൻ്റെ അതേ ഭാവത്തിൽ നിന്നുകൊണ്ട് ഈ ലോകത്ത് പ്രവർത്തിക്കുവാൻ കഴിയുമ്പോഴാണ് നിൻ്റെ പ്രാർത്ഥനയും നിൻ്റെ പ്രസംഗവും നിൻ്റെ വചനപ്രഘോഷണങ്ങളും നിൻ്റെ ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് അത് യഥാർത്ഥ സുവിശേഷീകരണമായി മാറ്റപ്പെടുന്നത് എന്ന് പൗലോസ്ലീഹ പറയുന്നു. അതുകൊണ്ടാണ് അവർക്ക് ദൈവം തമ്പുരാൻ മന്ന കൊടുത്തിട്ടും പിന്നീട് അവർ ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ലേ? പാറയെ പിളർന്ന് വെള്ളം കൊടുത്തു, മാറായെ മധുരമാക്കി കൊടുത്തു. എന്നിട്ടും അവരുടെ പരാതികൾ തീർന്നില്ലല്ലോ. അവർ ദൈവത്തോട് മത്സരിച്ചു കൊണ്ടേയിരുന്നു. അതുകൊണ്ട് ദൈവം അവരെ അനുഗമിച്ചിട്ടും ജീവൻ്റെ ജലം കൊടുക്കുന്ന പാറയായി ദൈവം അവരെ അനുഗമിച്ചു. അവിടെ പുറപ്പാട് പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ ആ പാറയെ അടിച്ച് വെള്ളം കൊടുത്തു. വീണ്ടും സംഖ്യാപുസ്തകം 20-ാം അധ്യായം വരുമ്പോഴും അവിടെയും പാറയെ അടിച്ച് വെള്ളം കൊടുത്തു. അവരോടൊപ്പം ആ പാറ ഉണ്ടായിരുന്നു, ജലം കൊടുക്കുന്ന പാറ. അതുപോലെ നമ്മളുടെ ആത്മീയ ജീവിതത്തിലും ആത്മീയമായ ജീവൻ്റെ ജലം നമുക്ക് തരുന്ന ക്രിസ്തുവാകുന്ന പാറ നമ്മളോടൊപ്പമുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ക്രിസ്തുവാകുന്ന പാറയുടെ അനുഭവത്തിൽ എന്ന് നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ഇതെല്ലാം ലഭിച്ച ഇസ്രായേൽക്കാരിൽ മിക്കവർക്കും കനാൻ നാട് കാണുവാൻ ഭാഗ്യമുണ്ടാകാതെ അവർ മരണമടഞ്ഞു എന്ന് സംഖ്യാപുസ്തകം 14-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കും. ഇത്രയുമൊക്കെ ദൈവം അവരോട് കൂടെ നടന്നിട്ടും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടും അവരെ നടത്തിയിട്ടും പലർക്കും കനാൻ നാട് കാണുവാനായിട്ട് സാധിച്ചില്ല. സ്ഥിരമായി ആരാധനയിൽ പങ്കെടുക്കുന്നവരാണ്, സ്ഥിരമായി ക്രിസ്തീയ പ്രബോധനങ്ങൾ കേൾക്കുന്നവരാണ്, സ്ഥിരമായി വചനധ്യാനം നടത്തുന്നവരാണ്, സ്ഥിരമായി പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരാണ്, ധ്യാനത്തിൽ ഉറ്റിരിക്കുന്നവരാണ്, ക്രമമായി ഉപവസിക്കുന്നവരാണ്, നോമ്പ് നോൽക്കുന്നവരാണ്. ഇതെല്ലാം ചെയ്തിട്ടും നിൻ്റെ ജീവിതം വിശുദ്ധമല്ല എങ്കിൽ, നിർമ്മലമല്ല എങ്കിൽ, ക്രിസ്തുവിൻ്റെ ആത്മാവിലല്ല നീ വസിക്കുന്നത് എങ്കിൽ, നിൻ്റെ പിതാക്കന്മാർ മരുഭൂമിയിൽ വീണുപോയതുപോലെ നിൻ്റെ ജീവിതത്തിനും അർത്ഥമില്ലാതെ നീ ഭൂമിയിൽ ആയിപ്പോകും, ഇല്ലായ്മയായിപ്പോകും എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്നാനമേറ്റ് വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ ക്രമമായി ജീവിക്കുന്ന ഇന്നത്തെ വിശ്വാസികളിൽ ചിലരും സ്വർഗീയ കനാൻ നാട്ടിൽ എത്തുവാൻ സാധിക്കാതെ നശിച്ചു പോകുവാൻ ഇടയുണ്ട്. കൊരിന്ത്യരോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യമാണ്. അതുകൊണ്ട് വീണ് നിൽക്കുന്നു എന്നുള്ളവർ വീണു പോകാതിരിപ്പാൻ ശ്രദ്ധിച്ചു കൊള്ളണം. ഈ വേദചിന്ത 10-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കാൻ കർത്താവിൽ ശരണപ്പെട്ടത്. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിന് വലിയ ഒരു മുന്നറിയിപ്പാണ് പൗലോസ്ലീഹ നമുക്ക് തരുന്നത്. അത് എബ്രായ ലേഖനത്തിലൂടെയും സങ്കീർത്തനങ്ങളിലൂടെയും ഈ വേദഭാഗത്തിലൂടെയും
വീണ്ടും വീണ്ടും പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കുഞ്ഞുങ്ങളെ, ക്രിസ്തുവിൽ ഒന്നായി തീർന്നിരിക്കുന്ന നിങ്ങൾക്ക് ദൈവം ഒരു സ്വർഗീയമായ അനുഭവം നിങ്ങൾക്ക് ദാനമായി വച്ചിരിക്കുന്നു. അതുകൊണ്ട് ഓട്ടക്കളത്തിലെന്ന പോലെ ആ ബിരുദ് പ്രാപിക്കുവാനായിട്ട് ഓടേണ്ടവരാണ് ഞാനും നിങ്ങളും. വശങ്ങളിലേക്ക് നോക്കുകയല്ല. എനിക്കൊരു ലക്ഷ്യമുണ്ട്. ചുറ്റുപാടുമുള്ളവരെ ശ്രദ്ധിച്ചു കൊണ്ട് പോവുകയല്ല. എനിക്കൊരു ലക്ഷ്യമുണ്ട്. അതിനുവേണ്ടി ഒരു പരിശീലനം എനിക്ക് പ്രാപിക്കണം. ആ ലക്ഷ്യം മുൻകണ്ടുകൊണ്ട് എനിക്ക് ഓടണം. അവിടെ ജയിക്കുമ്പോഴാണ് എനിക്ക് പ്രതിഫലം ലഭിക്കുന്നത്. ആ ലക്ഷ്യം പൂർത്തീകരിക്കുമ്പോൾ ദൈവം എനിക്കൊരു കിരീടം തരും. പാട്ടുകാരൻ പാടുന്നത് പോലെ, ലഭിക്കും നിശ്ചയം എൻ വിരുദനിക്ക്, ശത്രുക്കളാരുമേ കൊണ്ടുപോകയില്ല. പ്രാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും, ദൂതന്മാരുടെ മധ്യത്തിൽ. എനിക്ക് ദൈവം ഒരു പ്രതിഫലം, ഒരു കിരീടം വച്ചിരിക്കുന്നു. ആ കിരീടം പ്രാപിക്കണമെങ്കിൽ നിൻ്റെ ഓട്ടം സ്ഥിരതയോടെ ഓടണം. നിൻ്റെ ലക്ഷ്യം ആ കിരീടമായിരിക്കണം. ലോകത്തിലുള്ള സന്തോഷങ്ങളാകരുത്. ലോകത്തിൽ നിൻ്റെ മനസ്സ് മയങ്ങിപ്പോയാൽ, നിൻ്റെ കണ്ണ്, നിൻ്റെ ദൃഷ്ടി ലോകത്തിലായിപ്പോയാൽ നിനക്കൊരിക്കലും അത് പ്രാപിക്കുവാനായിട്ട് സാധ്യമല്ല. അങ്ങനെ ദൈവത്തോടൊപ്പം നടന്നവരാണ് പൂർവ്വപിതാക്കന്മാരായ ഇസ്രായേൽ മക്കൾ. അവർ മിസ്രയീമിൽ നിന്നും അവർ യാത്ര തിരിച്ചു. ദൈവം അവരെ രക്ഷപ്പെടുത്തി. അവർക്ക് മേഘത്തിൻ്റെ തണലുണ്ടായിരുന്നു. സ്നാനമാകുന്ന ചെങ്കടൽ അവർ കടന്നു. ദാഹത്തിന് പാറയെ പിളർന്ന ജലവും വിശപ്പിന് മന്നയും കൊടുത്തു. അത്ഭുതകരമായിട്ട് അവരെ നടത്തി. എന്നിട്ട് പോലും യാത്ര ആരംഭിച്ചവർ പലരും സ്വർഗീയ കനാൻ നാട്ടിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. അവരൊക്കെ ഈ മരുഭൂമിയിൽ വീണ് പട്ടുപോയി. അതുപോലെ ദൈവം നിന്നെ വിളിച്ചു വേർതിരിച്ചു. ആ വിശ്വാസത്തിൻ്റെ തണലിൽ ദൈവം നിന്നെ കൊണ്ടു നടന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ നീ മാമോദീസ സ്നാനം സ്വീകരിച്ചു. മാത്രമല്ല, ജീവൻ്റെ മന്നായാകുന്ന ശരീരം അവൻ എനിക്ക് നൽകി. എൻ്റെ ആത്മീയ ദാഹം തീർക്കുവാൻ അവൻ്റെ രക്തം എനിക്ക് അവസാനത്തെ തുള്ളി ചോര വരെയും എനിക്കവൻ ഊറ്റി നൽകി. അങ്ങനെ അവൻ്റെ ശരീരരക്തങ്ങളെ ഞാൻ അനുഭവിച്ച് ദൈവത്തിൻ്റെ ശരീരമായി അവൻ എന്നെ മാറ്റി. ഞാനിന്ന് അവൻ്റെ ഭാഗമാണ്. കാരണം അവൻ്റെ ശരീരമാണ് എന്നിലുള്ളത്, അവൻ്റെ രക്തമാണ് എന്നിലുള്ളത്. അതുകൊണ്ട് അവൻ എന്നിലൊന്നായി തീർന്നു. ഈ പാപിയായ മനുഷ്യനെ പരിശുദ്ധനായ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പദവിയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവൻ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ദാസരൂപം ധരിച്ചു, നിന്നെ വീണ്ടെടുത്തു. അങ്ങനെയെങ്കിൽ പൗലോസ്ലീഹ പറഞ്ഞു, നീ ക്രിസ്തുവിൻ്റെ അതേ ഭാവം തന്നെ ആയിരിക്കണം. നിൻ്റെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് പട്ടുപോയതുപോലെ പട്ടുപോകുവാനാകരുത് നിൻ്റെ ഈ ആത്മീയ യാത്ര. നിൻ്റെ യാത്ര ആ സ്വർഗീയമായ കിരീടം പ്രാപിക്കുവാൻ വേണ്ടിയായിരിക്കണം. അതിനുവേണ്ടി നിന്നെ തന്നെ ഒരുക്കുവാനും, നിന്നെ തന്നെ അഭ്യസിപ്പിക്കുവാനും, നിന്നെ തന്നെ ആത്മീയ നിയന്ത്രണത്തിലും ദൈവികമായ ശിക്ഷണത്തിലും മുന്നോട്ട് നയിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ശുഭവചനത്താൽ ആത്മീയമായ ആനന്ദം അനുഭവിക്കുന്നവരായി ക്രിസ്തുവിനെ പിൻപറ്റുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതിനുവേണ്ടി ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.